പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ആസനത്തിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നു രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. സ്വകാര്യ ജീവിതത്തെ പരസ്യമായി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തി ജീവിതത്തെ പരസ്യമായി പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അപമാനിച്ച് ആക്ഷേപിച്ച് ജയിലിലടയ്ക്കാൻ പിണറായി പോലീസുകാരും കാട്ടിക്കൂട്ടിയത് നമ്മളൊക്കെ കണ്ടതാണ്. സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടമാണ് വിജയ എന്ന് വിളിച്ചുകൊണ്ട് പിണറായിയെ ഏറ്റവും കൂടുതൽ പിണറായിക്ക് നേരെ നിന്ന് കൈ ചൂണ്ടി സംസാരിച്ച ഏക യുവ നേതാവ്. ആ നേതാവിനെ ഇല്ലാതാക്കാൻ പഠിച്ച പണി 18 പിണറായി പയറ്റി. ഒടുവിൽ സഹതാപതരംഗവുമായി ഒരു ഗ്ലാസൊക്കെ പിടിച്ചുകൊണ്ട് പിണറായി വേദിയിലിരിക്കുന്നത് ഇരകളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്ര ഇരകൾ കേരളത്തിലുണ്ട്? ആ ഇരകളോടൊപ്പം പിണറായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൂക്കിൽ വിരൽ വയ്ക്കേണ്ടി വരും. ഇല്ല. ചില പ്രത്യേക ഇരകളോട് മാത്രമാണ് പിണറായിക്ക് സ്നേഹം. ആ സ്നേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ ആ നീക്കത്തിലേക്ക് നമ്മൾ കണ്ടത്. ഒരു സമയത്ത് TV ചാനലുകൾ തുറന്നു വച്ചാൽ രാഹുൽ മാങ്കൂട്ടം പോയ കഥ, വന്ന കഥ, നിന്ന കഥ, കിടന്ന കഥ, ഇരുന്ന കഥ, പെണ്ണുങ്ങളെ വിളിച്ചത്, പെണ്ണുങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ്, ഫേസ്ബുക്കിൽ ഓരോരുത്തർ വാങ്ങിക്കൊടുത്ത ഡേറ്റും ഇതും ഇടുന്നു. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആൾക്കാർ അതിനെ വലിച്ചു കീറുന്നു. അങ്ങനെ വല്ലാത്തൊരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് നന്നായിട്ട് റീച്ച് ആയിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറേ അന്തങ്ങൾ വന്ന് രാഹുൽ മാങ്കൂട്ടം, എല്ലാ അന്തങ്ങളും പെർഫെക്റ്റ് ആണല്ലോ, 100% പെർഫെക്റ്റാണ്. പെണ്ണ് പിടിക്കാത്ത, പെണ്ണുങ്ങളെ കയറി പിടിക്കാത്ത, അസഭ്യം പറയാത്ത, പീഡനം നടത്താത്ത, ബലാത്സംഗം ചെയ്യാത്തവരാണ് എല്ലാ അന്തങ്ങളും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അവർക്കൊക്കെ അങ്ങ് നാറ്റിക്കാം, നാണം കെടുത്താം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭയങ്കര രീതിയിലുള്ള, നിനക്കൊക്കെ നാണം ഇല്ലേടാ ഇങ്ങനെയൊക്കെ പറയാൻ? തീവ്രത കൂടിയ പീഡനവും തീവ്രത കുറഞ്ഞ പീഡനവും അളന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് തന്നെ പോലീസും കോടതിയും ഉണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അതൊന്നും കോൺഗ്രസ്സുകാരും പറഞ്ഞില്ലല്ലോ. മാന്യമായി പ്രാഥമിക അംഗത്വം രാജിവെച്ച് പാർട്ടിക്ക് വേണ്ടി ഒരു യഥാർത്ഥ പാർട്ടി, അല്ലെങ്കിൽ പാർട്ടിയുടെ അണിയായി, അല്ലെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളായി അദ്ദേഹം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പെരുമാറുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിലൊരു എന്താ പറയുക, ഒരു തരത്തിലുമുള്ള സഹായം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ 2 കൈ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാകും മക്കളെ. അതും കൂടി ആലോചിക്കണം. ഈ പരാതി നൽകിയവരെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. എന്തായാലും അത് കോടതിയിലിരിക്കുന്ന വിഷയമായുണ്ട്. ഇരകളെ പിച്ച് ചീന്തി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ചിലരുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്നോടാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്, പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്തടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്തടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഡ്രസ്സിൻ്റെ നിറം മാറിയത് കളറിളകിയത് കൊണ്ടല്ല, പോലീസിൻ്റെ ലാത്തിയും ഗ്രാനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിലിറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അത് അങ്ങ് ശീലമായിക്കോളും. സമരാഭിവാദ്യങ്ങൾ. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ജലപീരങ്കിക്ക് മുന്നിൽ ഈ വെള്ളം വീഴുമ്പോൾ, ചെവിക്കകത്തൊക്കെ വീഴുമ്പോൾ, ശക്തിയായിട്ട് വീഴുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്ത വേദനയുണ്ട്. അത് സമരപ്പന്തലിലൊക്കെ ചെന്ന് നിൽക്കുന്നവർക്കറിയാം. ആ വേദനയൊക്കെ രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതാണ് സൂപ്പർ കേട്ടോ. രാമൻ ക്ഷമിക്കുക, ഇത് രാജനാണ്. രാജനും വിജയനുമൊക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ? ശരിയാണ്, റോഡിൽ വെള്ളം വീണാൽ ചെളി വെള്ളമാണ് ആകുന്നത്. പിണറായി വിജയൻ അംഗരക്ഷകരുടെ കാറിലൊക്കെ യാത്ര ചെയ്തതുകൊണ്ട് ഈ ചെളി വെള്ളമൊക്കെ കണ്ടിട്ട് 10 കൊല്ലത്തിനായി. അടുത്ത കാലത്താണല്ലോ നടക്കാനൊക്കെ, നിരത്തിലൂടെയൊക്കെ നടക്കാൻ പഠിച്ചത്. റെയിൽവേ സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കാൻ പഠിച്ചത് ഈ 10 വർഷത്തിന് ശേഷമാണല്ലോ. അതുവരെ കാറിൽ കയറുക, കാറിൽ നിന്നിറങ്ങുക,
കാറിൽ എയർപോർട്ടിൽ പോകുക, കാറിൽ വീട്ടിലേക്ക് വരിക, എല്ലായിടത്തും കാറിലാണോ? നടപ്പ് കുറവായിരുന്നല്ലോ, നവകേരള ബസ്സിൽ പോലും നടക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ എസ്കലേറ്ററൊക്കെ വെച്ചത്. അപ്പോൾ അല്ല, ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ല, അതിൻ്റെ കൂടെ ഒരു ഹാഷ്ടാഗ് ഇട്ട് കള്ളന്മാരെന്നും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ അതുകൊണ്ട് വിജയൻ സഖാവിന് അറിയാത്തത് കൊണ്ടാണ് ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോഴേ റോഡിൽ വെള്ളം കിട്ടും, അത് ചെളി വെള്ളമാകും. നിങ്ങളുടെ ഭരണകാലത്ത് വെള്ളം ഒലിച്ചു പോകാൻ ഓടകളൊന്നും ഇല്ലായിരുന്നു, വൃത്തിയാക്കിയാലല്ലേ വെള്ളം ഒലിച്ചു പോകൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുമ്പോൾ അത് ചെളി വെള്ളമാണ്. ഇപ്പം ഒരു സഖാവ് ഇരുന്ന് ചെളിവെള്ളം ശേഖരിച്ചിട്ട് രാജൻ സഖാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജൻ സഖാവ് അതും കൊണ്ട് നടക്കുന്നുണ്ട്, എന്നിട്ട് ചെളിവെള്ളമാണ് ഒഴിച്ചതെന്ന് പറയാനായിട്ട്. സമരം നടക്കുമ്പോൾ പനിനീര് തളിക്കാൻ പറ്റില്ല പോലീസുകാർക്ക്. നിങ്ങളുടെ കാലത്ത് ഈ ഹെൽമറ്റ് വെച്ച് അടിയുണ്ടാക്കിയിട്ട് പിന്നെ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുപോലെ അടുത്ത സർക്കാർ കയറുമ്പോൾ അവരുടെ നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവർ സഞ്ചരിക്കും. ചില കാര്യങ്ങളിൽ, എല്ലാത്തിലുമല്ല. പിണറായി വിജയൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അല്ല വി ഡി സതീശൻ സഞ്ചരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഭയങ്കര മോശം കമൻ്റാണ് കേട്ടോ. എന്താ തോപ്പിൽ ഭാസി, ഇയാളാണെങ്കിൽ ഇങ്ങനെ തോപ്പിൽ ഭാസി ഇങ്ങനെ ഇടതുപക്ഷ പിന്നെ എന്താ പറയുക മുറുകെ പിടിച്ചിരിക്കുകയാണ്. തോപ്പിൽ ഭാസി ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷം നന്നാവാനുള്ള കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞു കൊടുക്കണം. പാർട്ടി ഒന്ന് പച്ച പിടിക്കട്ടെ, പാർട്ടി കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലായിടവും തകർന്ന് തരിപ്പണമായത് എന്താണ് എന്നുകൂടി ഒന്ന് പിന്നെ പഠിക്കാനുള്ള സമയം നന്നായിരിക്കും. നിൻ്റെ വെള്ളം എവിടെ പോയെന്ന് നിനക്കറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ചൊറിയും കുത്തി വീട്ടിലിരുന്ന് പോസ്റ്റ് ഇട്ട് കളിക്കുന്നത്. ഒന്നും അങ്ങടെ മെനയാവുന്നില്ലല്ലോ കമ്മിക്കൂട്ടങ്ങളെ. രാജൻ്റെയും വിജയൻ്റെയും തലയ്ക്കകത്തും ചെളി, കയ്യിലും ചെളി. ഇരട്ടച്ചങ്കനാണ് പോലും. ഇരട്ടച്ചങ്കൻ ചെളിവെള്ളം കെട്ടി പൊതിഞ്ഞ് പാഴ്സലാക്കിയാണ് സഭയിൽ കരിങ്കൊടി കാണിച്ചതിന് സമരക്കാരെ ലാത്തി കൊണ്ട് ചെടിച്ചട്ടി കൊണ്ടും തലക്കടിച്ച് വീഴ്ത്തിയ കൊടും ക്രൂരതയെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ചയാൾ ഇന്ന് യുവജന സമരത്തെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. ജലപീരങ്കിയിൽ മലിനജലമായിരുന്നത്രേ, എന്നാൽ പിന്നെ ജലപീരങ്കിയിൽ മിനറൽ വാട്ടർ നിറച്ചടിച്ചു തരാം നാളെ മുതൽ. കരിങ്കൊടി കാണിച്ചതിന് സമരക്കാരെ ലാത്തി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലക്കടിച്ച് വീഴ്ത്തിയ കൊടും ക്രൂരതയെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ചയാൾ ഇന്ന് യുവജന സമരത്തെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ 2 തവണ ഇട്ടിട്ടുണ്ട്. അങ്ങേർക്ക് 10 വർഷമായി കള്ളത്തരം പറഞ്ഞ് ശീലമായിപ്പോയി. ഒരാളുടെ കമൻ്റാണ്, ഇവന്മാർ ബോംബെ അധോലോകം പോലെയാണ് 10 വർഷം ഭയപ്പെടുത്തി ഭരിച്ചത്. ഇവന്മാർ ബോംബെ അധോലോകം പോലെയാണ് 10 വർഷം ഭയപ്പെടുത്തി ഭരിച്ചത്. അതെനിക്കിഷ്ടപ്പെട്ടു. അജീഷ് സുരൻ അത് കലക്കി. നിങ്ങളൊക്കെ മാങ്കൂട്ടാൻ പറ്റുള്ളൂ, കാരണം എന്താണെന്ന് നിനക്കറിയാമല്ലോ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സഹാക്കളുടെ ജൈവവള നിക്ഷേപം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. നന്നായി. ഇത് വെറും തറയല്ല, കൂതറ പരിപാടിയായിപ്പോയി. ഈ കൈകളും ശുദ്ധമല്ല, വെള്ളവും ശുദ്ധമല്ല. എന്നാലും പോലീസ് ജലപീരങ്കി നടത്തിയപ്പോൾ കുപ്പിയിൽ ആ വെള്ളം നിറച്ച് സഭയിൽ കൊണ്ടുവന്ന ഇയാൾ ഒരു സംഭവം തന്നെ. അതോ ഇനി സമരക്കാരിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണോ? കിണറേഷിൻ്റെ പുതിയ ഐഡിയയുമായി വന്നതാ പാവം. ചെടിച്ചട്ടി കൊണ്ട് ഗൺമാന്മാരെ കൊണ്ടും കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചപ്പോൾ രക്ഷാപ്രവർത്തനമെന്ന് നിങ്ങൾ പറഞ്ഞത് ആരും മറന്നു കാണില്ല. ഇതും ഒരു ചെറിയ രക്ഷാപ്രവർത്തനമായി കണ്ടാൽ മതി. നീ നേരെ ആയ വഴിയിൽ അത് വേണ്ട, അത് ഓക്കെ, അത് നമുക്ക് വിടാം. അങ്ങനെ കുറേ കമൻറ്റുകൾ. കള്ളന്മാർ എന്ന് വിളിക്കുന്നത് കള്ളന്മാർക്ക് തന്നെ അപമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നല്ല ഒന്നാന്തര വടിയാണ് രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്നത്. ഈ കമ്മിക്കൂട്ടങ്ങളെ നീയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ വിടുക. കാരണം നിങ്ങളും ഒന്നും ലോകത്താരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എല്ലാവരുടെയും പോരായ്മകളുണ്ട്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായി നേരിടും. അല്ലാതെ പെണ്ണ് പിടിച്ചതും പെണ്ണ് പിടിക്കാൻ പോയതും വീട്ടിലിരിക്കുന്ന അമ്മമാരെയും പെങ്ങന്മാരെയും കുടുംബക്കാരെയും ഒക്കെ വിളിച്ച് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ, അത് വേറെ കാര്യം. കാരണം പറയാൻ മറുപടി ഇല്ലാതെ വരുമ്പോൾ വീട്ടിലിരിക്കുന്നവരെ വിളിക്കലാണ് നിൻ്റെയൊക്കെ ജോലി. ഇനി അങ്ങനെ വിളിക്കാതെ രാഷ്ട്രീയപരമായി വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നേരിടും. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കലക്കി. എപ്പോഴാണാവോ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത്? കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്.